ശ്രീ റെജി ലൂക്കോസ്, വാക്സിൻ പൊതുവിപണിയിൽ വരുന്നു, രണ്ട് വിപണി വില കൊടുത്തു വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഇടപെടൽ. രണ്ട്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്ന നിരക്ക് അമിത നിരക്കാണ് എന്നാണ്. അതിന് സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊരു ജനകീയമായ നിലയിൽ എല്ലാം ഏകോപിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിയണമെങ്കിൽ നല്ല രീതിയിലുള്ള ശ്രമം വേണം, കഠിനാധ്വാനം വേണം, എല്ലാവരുമായി ആശയവിനിമയം നടത്തണം, പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. സ്വകാര്യ ആശുപത്രിക്കാർ വെറുതെ അല്ലല്ലോ അവർ സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിരിക്കുന്നത്. അത് അവർ പറയും, നമ്മൾ ഗവൺമെൻറ് നമ്മുടേതായിട്ടുള്ള വാദങ്ങളും പറയണം. ഒരു ഒത്തുതീർപ്പിലെത്താൻ ഗവൺമെന്റിന് കഴിയോ? പക്ഷേ ലോകത്തിന് മാതൃകയായിട്ട് ഒന്നാം തരംഗത്തില് ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഭാരം ഏൽപ്പിക്കാതെ കണ്ട് തികച്ചും സൗജന്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിനുവേണ്ടി പ്രതികരിച്ച് വിജയം നേടിയ ഒരു ചരിത്രം മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ കാര്യത്തിൽ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. ലോകം മുഴുവനും വാഴ്ത്തിയതാണ്. ലോകം മുഴുവനും 62 രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിമാരോ ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവനകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിലുള്ള യാതൊരു സംശയത്തിന്റെയും ഇടയില്ല. തന്നെയുമല്ല, ഇവിടെ രണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞതിനകത്തൊരു വിരുദ്ധതയുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഇനി കൂടുതൽ വാക്സിൻ ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ തരാൻ സാധ്യത കുറവാണെന്നൊക്കെ. അത് ശരിയല്ല. ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിനെ വെള്ളം പൂശരുത്. ഞാനിവിടെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനായിട്ട് ചർച്ചയിലിരിക്കുന്ന ആളല്ല. കാരണം ഇന്ത്യയുടെ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഉണ്ടായതിനു മുമ്പുള്ള ചരിത്രത്തിൽ ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയ ദുരന്ത മുഖത്തൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷെ വീഴ്ചകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. കാരണം നമ്മുടെ ജീവന്റെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പാണ്. നിങ്ങൾ നോക്കൂ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഒരു ഫോർമുല തികച്ച സൗജന്യമായിട്ട് പേറ്റന്റ് പോലും എമൗണ്ട് പോലും വാങ്ങിക്കാതെ കണ്ട് അഡാർ പൂനെവാല എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംഭാവന ചെയ്ത സാധനം 150 രൂപയ്ക്ക് ഇനിയിപ്പോ വാദത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു 50%. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും പരമാവധി പോരാണെങ്കിൽ 800-900 കോടി രൂപയുടെ മുടക്കമുള്ള കേന്ദ്ര സർക്കാരിന്. ഇവിടെ 20,000 കോടി രൂപ മുടക്കി പാർലമെന്റ് കെട്ടിടം പണിയുന്നില്ലേ? 3,500 കോടി മുടക്കി പ്രതിമ പണിതിട്ടില്ലേ? അല്ലല്ല, ഞാൻ പൂർത്തിരിക്കട്ടെ. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവൈലബിലിറ്റി പോലും പൂർണ്ണമായിട്ടും എന്താ പറയാ കൃത്യതയില്ലാതെ കൊണ്ട് തന്നെ ആദ്യം നിർമ്മിച്ച 10 കോടിയും വിദേശ രാജ്യങ്ങൾക്ക് വൻതുകയ്ക്ക് വിറ്റ ഒരു രാജ്യം. വിദേശ രാജ്യങ്ങൾ കൊടുക്കുന്നതിനൊന്നും നമുക്കെതിരില്ല. പക്ഷെ മറ്റു രാജ്യങ്ങള്, അതായത് അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങള് തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് അവർ ഒരു തുള്ളി പോലും പുറത്തു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ഈ രാജ്യത്തെ കൊള്ളയടിക്കാനായിട്ട് ഒരു കൊള്ള അവസരമായിട്ട് ഇതിനെ കാണുന്നതിനെ ഒരിക്കലും നമുക്ക് നീതിരിക്കാൻ പറ്റത്തില്ല. അതൊരു വസ്തുത തന്നെയാണ്. അത് രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞതല്ല. പിന്നെ കേരളം കേന്ദ്രത്തിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ശരിയാണെന്നൊരു ചോദ്യം നികേഷ് ആരോട് ചോദിച്ചു. അതൊരിക്കലും ശരിയല്ല. കേരളത്തിനോട് ആകെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ജെന്റിലായിട്ട് പറഞ്ഞു, പണം കേരള സർക്കാർ മുടക്കും, ആ പൈസ നാളെ കിട്ടാൻ പറ്റുന്ന സാഹചര്യം അത് റീഎംബേഴ്സ് നൽകി തന്നു മതിയല്ലോ എന്ന് ഒരു സമവായത്തിന്റെ പാത സ്വീകരിച്ച സർക്കാരാണ് കേരള സർക്കാർ. ആ ഒരൊറ്റ വാക്കാണ് ഇന്നത്തെ ദിവസം 7 മണി മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമായത്. പിന്നെ വാക്സിൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യമൊന്നുമല്ല, അത് ഈ രാജ്യത്തെ പൗരന്മാരുടെ ഈ അവകാശമാണ്. അതിനെ സാമ്പത്തിക കൊള്ളയ്ക്കും വാക്സിൻ കൊള്ളയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നുള്ളതും പച്ച വെളിച്ചം പോലെ തെളിഞ്ഞു കഴിഞ്ഞു.